ഹായ്, വെൽക്കം ടു കളപ്പുര കിച്ചൺ. നമ്മൾ ചെയ്യാൻ പോണത് വളരെ സിമ്പിൾ ആയിട്ടൊരു പുട്ടാണ്. പുട്ട് പ്രോൺസ് വെച്ചിട്ടുള്ളൊരു പുട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത്. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കാണിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആദ്യം ലഭിക്കാനേ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യണം. എന്ന് റെസിപ്പിയിലോട്ട് കിടക്കാം. നമുക്കിനി പുട്ടിനുള്ള പൊടി ഒന്ന് നനച്ചെടുക്കാം. അല്പം വെള്ളം ഒഴിച്ച് അതിലല്പം ഉപ്പിട്ട് തേങ്ങ തിരുമിയതും കൂടി ചേർത്ത് 1 കപ്പ് പുട്ടുപൊടി നനച്ചെടുക്കുക. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. അല്പം കൂടുതൽ വെള്ളം ചേർക്കേണ്ട പൊടിയാണിത്. നല്ല തരിതരിയായിട്ടുള്ള പൊടിയാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പൊൻകതിറിൻ്റെ പുട്ടുപൊടിയാണ്. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടുപൊടി തന്നെയാണ്. അപ്പോൾ നമ്മളിതൊരു 10 മിനിറ്റ് നനച്ച് വയ്ക്കണം. അപ്പോൾ നമുക്കതിനായിട്ടൊന്ന് തയ്യാറാക്കിയെടുക്കാം. ചട്ടി ചൂടാകുമ്പോഴേക്കും നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ ഓനിയൻ ഇട്ട് കൊടുക്കാം. ഒരു ഫുൾ ഓനിയൻ, വലിയൊരു ഫുൾ ഓനിയൻ എടുക്കുക. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില, ഇഞ്ചി തിളച്ചോട്ടെ നല്ലോണം. അപ്പം നമുക്കിതിങ്ങനെ സവാള വഴന്ന് വരുമ്പോഴേക്ക് നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കുരുമുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, ഉപ്പ്, ഇതിലേക്ക് ഇതങ്ങ് മൂത്ത് വരുമ്പോഴേക്ക് നമുക്ക് ചെമ്മീനിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഒരു വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതങ്ങ് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ഒരു 10 മിനിറ്റ് വേകാനായിട്ട് വയ്ക്കുക. ഇതാ ചെമ്മീനും ക്യാരറ്റും ഒക്കെ വഴന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തേങ്ങ ചേർക്കണം പോവാം. പ്രോൺസ്, പുട്ടിനുള്ള പ്രോൺസ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ തന്നെ പുട്ട് നനച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. കട്ട കെട്ടാതെയൊക്കെ എടുക്കുക. പുട്ട് പൊടി എടുത്തു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒന്ന് ഉരുട്ടി പിടിക്കണമെന്ന്. അപ്പം അതിൻ്റെ കറക്റ്റാണ്. അതാണ് ഇതിൻ്റെ നനവ് നമ്മൾ കണക്കാക്കുന്നത് കേട്ടോ. നമ്മൾ പുട്ടുപൊടി നനയ്ക്കുക, അതൊരു പിടി ഇങ്ങനെ പിടിച്ച് നോക്കുക. ഒട്ടി ഇങ്ങനെ ഒരു പിടിയായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ നനവ് കറക്റ്റാണ്. ആദ്യമായിട്ട് പുട്ടുണ്ടാക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്സാണ് കേട്ടോ.
നിങ്ങൾക്ക് എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യം ലഭിക്കാനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും കാണാം.